ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ സമൂഹമേ, ഈ മഹാപരിശുദ്ധൻ്റെ സന്നിധാനത്തിങ്കൽ പല ഇപ്രകാരമുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു വീണ് കിട്ടിയ ദിവ്യ അവസരം പോലെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ചിന്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മാനേജരച്ചൻ എന്നോട് പറഞ്ഞു, 1-ാം തീയതി വെള്ളിയാഴ്ച വന്നൊരു ധ്യാനം എടുക്കാമോ? തീർച്ചയായും വളരെ സന്തോഷത്തോടെ ആ ശബ്ദം സ്വീകരിക്കുകയും ഈ പ്രഭാതത്തിൽ ഇവിടേക്ക് വരുവാൻ ദൈവം സഹായിക്കുകയും ചെയ്തു. ഇത് പുനരുത്ഥാനത്തിന് ശേഷം കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടലിൻ്റെ കാലഘട്ടമാണ്. ക്രിസ്തു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാർക്ക് പല പ്രത്യക്ഷപ്പെടുന്ന അനുഗ്രഹീതമായ സന്ദർഭം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറവാണ്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും അളവിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ലൂക്കോസും യോഹന്നാനും കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചും പരാമർശിച്ചിരിക്കുന്ന അതേ ലാഘവത്തോട്, അതേ ശ്രദ്ധയോട് പരാമർശനം നൽകിയിരിക്കുന്ന ഭാഗമാണ് പുനരുത്ഥാനം ചെയ്ത കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭം. ഈ പ്രഭാതം സമയം പരിമിതമാണെന്ന് എനിക്കറിയാം. നമ്മുടെ കർത്താവ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട രംഗം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ 35-ാമത്തെ വാക്യം വരെയുള്ള ഒരു വിശദീകരണമാണ് വാസ്തവത്തിൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അടുക്കൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന രംഗം. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചോദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആമുഖപ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പ്രത്യക്ഷപ്പെട്ട കർത്താവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? 3.5 വർഷക്കാലം ഈ ലോകത്ത് ശിഷ്യന്മാരോടൊപ്പം മനുഷ്യരാശിക്ക് നന്മ പ്രവർത്തിച്ച് നന്മയുടെ പ്രതിഫലമായ ദുഃഖവും കണ്ണുനീരും, അത് ക്രൈസ്തവ വീക്ഷണമാണ്. ദുഃഖവും കണ്ണുനീരും മനോവ്യഥയും പീഡനവും എവിടെ ഏൽക്കുന്നുവോ അവിടെ ക്രൈസ്തവ വീക്ഷണമാണ് വരുന്നത്. ക്രിസ്തുവിൻ്റെ വിളിയുടെ ദൗത്യമാണ് വരുന്നത്. ഈ വിളി 3.5 വർഷക്കാലം സ്വീകരിച്ച കൈക്കൊണ്ട ശിഷ്യ സമൂഹം, ആ സമൂഹത്തിന് പിന്നെ എന്തിന് ഒരു പ്രത്യക്ഷപ്പെട്ട് ക്രിസ്തു സംഭാഷണം നടത്തേണ്ട ആവശ്യകത എന്ന് ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് അല്പമായി പഠിച്ചപ്പോൾ 6 കാര്യങ്ങളാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടിസ്ഥാന കാരണം. ഈ 6 കാര്യങ്ങളും ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ നിധി പോലെ സൂക്ഷിക്കേണ്ട പവിത്രമായ ജീവിത സത്യങ്ങളാണ്. അതിലെ ആദ്യത്തേത്, ക്രിസ്തു മരിച്ചവനായും അഥവാ കൊല്ലപ്പെട്ടവനായിട്ടും ഇന്നും ഇതാ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ ജീവിക്കുന്നു എന്ന് ശിഷ്യ സമൂഹത്തിന് ബോധം വരുത്തുവാൻ അഥവാ അവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. മരിച്ചു, അവർ കണ്ടതാണ്. ഖബറടക്കി, അതും അവർ കണ്ടതാണ്. എന്നാൽ പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു, ജീവനോട് ഞങ്ങളിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അവക്തമായി ശിഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സത്യത്തിൽ
ശിഷ്യ സമൂഹത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ദൃശ്യരൂപത്തിൽ യേശു തമ്പുരാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു, ജീസസ് ഈസ് എലൈവ് എന്ന് തൻ്റെ ശിഷ്യ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുവാൻ, കാട്ടിക്കൊടുക്കുവാൻ ലഭിക്കുന്ന അസുലഭമായ നിമിഷം. എൻ്റെ കർത്താവ് മരണത്തെ കൊന്ന് പാപത്തെ നശിപ്പിച്ച് പാപത്തിന്മേലും മരണത്തിന്മേലും വിജയ ആഘോഷം നടത്തി ഇന്നും ജീവിക്കുന്നു എന്ന് തൻ്റെ ശിഷ്യ സമൂഹവും തന്നിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരും അറിയണം, അവർ മനസ്സിലാക്കണം എന്നതാണ് ആദ്യ ഉദ്ദേശം. അതേ അനേക ഇതിഹാസ നായകന്മാർ, അനേക അവതാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അവതാരങ്ങൾക്കൊക്കെ ഒരു ജന്മമുണ്ട്, ക്രിസ്തുവിനെ പോലെ തന്നെ. എന്നാൽ അവർക്ക് ഒരു അവസാനമുണ്ട്. ആ അവസാനം ക്രിസ്തുവിനില്ല എന്നത് ശിഷ്യ സമൂഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അപ്പം ക്രൈസ്തവരായ നാം, ക്രിസ്തു ഭക്തരായിരിക്കുന്ന നാം, ഒരു പക്ഷെങ്കിൽ ക്രൈസ്തവരല്ലാത്തവരും ഈ ദേവാലയത്തിലുണ്ട്. അതുകൊണ്ട് ക്രിസ്തു ഭക്തരെന്ന് പറയുന്നത്, ക്രിസ്തു ഭക്തനായിരിക്കുന്ന നാം ഓർത്തുകൊള്ളണം, മരണത്തെ വെന്ന് ഇന്നും ജീവിച്ചിരിക്കുന്നവനായ കർത്താവിൻ്റെ സാക്ഷികളാണ് നമ്മൾ. അങ്ങനെ ശിഷ്യ സമൂഹമാകണം. 2, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണമില്ല. അത് ശിഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ ശിഷ്യൻ, കർത്താവിൻ്റെ ഉത്ഥാനം അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടൽ ശിഷ്യന്മാരുടെ മുമ്പാകെ വന്നത്. അതായത് നിങ്ങൾക്ക് മരണമില്ല, കാരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അടികൊണ്ടു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപഹസിക്കപ്പെട്ടു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിഹസിക്കപ്പെട്ടു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടത അനുഭവിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മുറിവേൽക്കപ്പെട്ടു, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി, പാപമരണത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് രക്ഷ നൽകുവാൻ വേണ്ടി ഞാനിതാ ജഡത്തിൽ മരണം അനുഭവിച്ചു എന്ന് കർത്താവ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ്. ആ പ്രഖ്യാപനത്തിൽ ശിഷ്യ സമൂഹത്തിന് ബോധ്യവും വരുത്തുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ പ്രത്യക്ഷപ്പെടലിൻ്റെ 2ാമത്തെ ഉദ്ദേശം. 3ാമത്തെ ഉദ്ദേശം, നമുക്ക് പലപ്പോഴും, നമ്മളെല്ലാം ക്രൈസ്തവരാണ്. 3ാമത്തെ ഉദ്ദേശം പറയുകയാണ്, നമ്മളെല്ലാം ക്രൈസ്തവരാണ്, ക്രിസ്തു ഭക്തരാണ്. ആത്മീയ ശുശ്രൂഷകളുണ്ട്, കുർബാനയുണ്ട്, നമസ്കാരമുണ്ട്, കുമ്പിടിയിലുണ്ട്, കുമ്പസാരമുണ്ട്, പെരുന്നാളാഘോഷമുണ്ട്, നേർച്ച കൊടുക്കലുണ്ട്, നേർച്ച വാങ്ങലുണ്ട്, ഈ പറയുന്ന ആത്മീക ചൈതകളെല്ലാം ഉണ്ട്. പക്ഷേ നാം അളന്നു നോക്കേണ്ട ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്: വിശ്വാസം. എത്രമാത്രം തമ്പുരാനിൽ നാം വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ദൈവം മതിയായവനാണെന്ന ബോധം, എൻ്റെ ഇന്നത്തെ ഈ രാത്രിയുടെ അനുഭവത്തെ, എൻ്റെ ഇന്നത്തെ വേദനയുടെ അനുഭവത്തെ, ഇന്നത്തെ എൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവത്തെ എന്നോട് ചേർന്നിരുന്ന് അനുഭവിക്കുന്നവനാണ് എൻ്റെ കർത്താവെന്ന വിശ്വാസം. ആരെല്ലാം ഈ ലോകത്ത് തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം വേണ്ടെന്ന് വെച്ചാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും ചേർത്ത് പിടിക്കുവാൻ കഴിവുള്ളവനായ ഒരു ദൈവത്തെയാണ് ഞാൻ കാണുന്നത് എന്ന ബോധം. കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ കോടതിയിൽ കിടക്കുകയാണ്. ഭർത്താവ് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, ഭാര്യയെ എനിക്ക് വേണ്ട. 2 പെൺമക്കളുണ്ട് ആ ലേഡിക്ക്. ഒരു സാധാരണ ഫേമിൽ വർക്ക് ചെയ്യുന്ന ആ ലേഡിയോട് സംസാരിച്ചപ്പോൾ അവർ പറയുകയാണ്, ഭർത്താവ് ഉപേക്ഷിച്ചാലും, അത്ര ശക്തമായിട്ട് പറഞ്ഞു, വെറുതെ പറയുകയല്ല, ഭർത്താവ് ഉപേക്ഷിച്ചാലും യാതൊരു കാരണവുമില്ല, ഭർത്താവിൻ്റെ വഴിപ്പെട്ട ഇടപെടലുകളും വഴിയില്ലാത്ത ജീവിതങ്ങളുമൊക്കെയാണ് ഇവരെ ഈ 2 ധ്രുവത്തിലെത്തിച്ചത്. പക്ഷേ ആ സ്ത്രീ പറയുന്ന വാക്ക് കേൾക്കണം, മുറുകെ പിടിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളെ 2 പേരെയും മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഞങ്ങൾ 3 പേരല്ല 4 പേരുണ്ട്. സർവശക്തനായ ദൈവം. ഭർത്താവ് ഒരിക്കൽ വേറൊരു സുഹൃത്തിനോട് പറഞ്ഞു, അവളുടെ പിന്നിൽ ഇത്രമാത്രം ശക്തിയോടെ അവൾ ജീവിക്കുവാൻ, അവളുടെ പിന്നിൽ ഒരു വലിയ ശക്തിയുള്ള മനുഷ്യനുണ്ട്. ഭർത്താവ് ലോകപ്രകാരമുള്ള ഒരു മനുഷ്യനെയാണ് കണ്ടത്. അതിന് സ്ത്രീ പറഞ്ഞ മറുപടി, ഉണ്ട്, കുരിശിൽ എനിക്ക് വേണ്ടി മുറിവേറ്റു മരിച്ച കർത്താവ് എന്നോടും എൻ്റെ കുഞ്ഞുങ്ങളോടുമുണ്ട്. ഈ ലോകത്തൊരു മനുഷ്യനും എന്നെ തകർക്കുവാൻ സാധ്യമല്ല.
ഇതൊരു കേവലം ഒരു സാധാരണ സ്ത്രീയുടെ സാക്ഷ്യമാണ്. ദൈവം കൂടെയുള്ള അനുഭവം, ആഴമായ വിശ്വാസം. ജീവിതത്തിലൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മളൊക്കെ ഒളിച്ചോടുന്നവരല്ലേ? ആശ്വാസം കിട്ടേണ്ട കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകേണ്ടവരല്ലേ? അല്ലേ? പോകുന്നവരാണ്. പക്ഷേ ഓർക്കണം, ആഴത്തിലുള്ള നിൻ്റെ വിശ്വാസം അത് ശിഷ്യന്മാരിൽ കുറഞ്ഞുപോയി, ശിഷ്യന്മാരിൽ ഇല്ലാതെ പോയി. ആ ഒരു ബലത്തിലേക്ക് ശിഷ്യ സമൂഹത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് പുനരുത്ഥാനം ചെയ്ത കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. നാലാമത്തെ ഉദ്ദേശം, പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ശിഷ്യ സമൂഹത്തെ കൂട്ടിച്ചേർക്കുക. അതുകൊണ്ട് അവർ മീൻ പിടിക്കാൻ പോയത് പിന്മാറ്റത്തിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ടാണ്. തിബരിയോസ് കടൽക്കരയിൽ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ച് തമ്പുരാൻ്റെ സാന്നിധ്യമില്ലാതെ വലയിറക്കി തമ്പുരാനോട് ചോദിക്കാതെ ജീവിതത്തിൻ്റെ പുതിയ വഴിത്താര വെട്ടിത്തുറന്ന ഈ ശിഷ്യ സമൂഹത്തിന് അമ്പേ പരാജയം, നാണം കെട്ട അവസ്ഥ ജീവിതത്തിലുണ്ടായി. എന്തുകൊണ്ടുണ്ടായി? തമ്പുരാൻ്റെ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞില്ല, മനസ്സിലാക്കില്ല. പിന്മാറ്റത്തിൻ്റെ അനുഭവം, എനിക്ക് വേണ്ട എന്ന അർത്ഥത്തിൽ പിന്മാറ്റത്തിൻ്റെ അനുഭവം. അതുകൊണ്ടാണ് ഈ ശിഷ്യ സമൂഹത്തിലെ 2 പേർ എമ്മൗസിലേക്ക് യാത്ര ചെയ്തത്. എന്താ യാത്രയുടെ ലക്ഷ്യമെന്ന് നമുക്കറിയത്തില്ല. സുവിശേഷകനായ വിശുദ്ധ ലൂക്കോസ് തൻ്റെ 24-ാം അധ്യായത്തിൽ എന്തിന് യെരുശലേമിൽ നിന്നും 11 കിലോമീറ്റർ അകലമുള്ള എമ്മൗസിലേക്ക് ശിഷ്യന്മാർ പോയതെന്ന് ഒരു കാരണവശാലും രേഖപ്പെടുത്തിയിട്ടില്ല. എന്തുമായിക്കൊള്ളട്ടെ, സദുദ്ദേശമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ പിന്മാറ്റത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയാണ് കർത്താവ്. ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പിന്മാറ്റത്തിന് അനുഭവം ഉണ്ടാകാറില്ലേ? നമുക്ക് തന്നെ അറിയാം, സത്യത്തിൽ നിന്നും നീതിയിൽ നിന്നും ധർമ്മബോധത്തിൽ നിന്നും ആത്മീകതയിൽ നിന്നുമൊക്കെ അകലേണ്ടുന്ന സാഹചര്യം വരുമ്പോൾ കണ്ണടച്ച് നിന്ന് അകലുന്ന ജീവിതാനുഭവങ്ങൾ അനേകർക്കുമുണ്ട്, നമുക്കൊക്കെ ഉണ്ട്. അതൊരു പിന്മാറ്റത്തിൻ്റെ അനുഭവമാണ്. വീണ്ടും 5-ാമത്, പരിശുദ്ധാത്മ ശക്തിയാൽ ഈ ശിഷ്യന്മാരെ ഭൂലോകത്തിൻ്റെ അതിർത്തിയോളം സാക്ഷിയായി നിർത്താൻ്റെ ഉത്തരവാദിത്വം ക്രിസ്തുവിനുള്ളതാണ്. ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാക്കി തീർക്കുവാനുള്ള ഭഗീരഥ പ്രയത്നമാണ് വാസ്തവത്തിൽ ക്രിസ്തു നടത്തുന്ന പ്രത്യക്ഷപ്പെടലിൻ്റെ ലക്ഷ്യം. 6-ാമത്, ശിഷ്യ സമൂഹത്തെ പരിശുദ്ധാത്മ പൂർണ്ണതയിലെത്തിക്കുക. ഇന്ന് നമ്മളെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവേ, എന്നെ സർവ്വസത്യത്തിലും നീ വഴി നടത്തണമേ, വിശുദ്ധിയുടെ പാത എനിക്ക് നൽകണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ കത്തോലിക്ക സഭയ്ക്ക് അരൂപിയോടുള്ള പ്രാർത്ഥന എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഒരു ഹൃദയസ്പർക്കായ പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു. ആ ഒരു പരിഗണന നമുക്കിപ്പോഴും, ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥന തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന, കാര്യസ്ഥനായിരിക്കുന്ന, ഉപദേഷ്ടാവായിരിക്കുന്ന, വിശുദ്ധ ജീവിതത്തിൻ്റെ ധർമ്മബോധം നമ്മെ തെളിയിച്ചു തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അരികിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ നാം മുന്നേറുവാൻ ഉള്ള പരസ്യമായ പ്രബോധനമാണ് പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയിലൂടെ പ്രാർത്ഥന എന്ന ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹിതരെ, ഓർത്തുകൊള്ളണം, പരിശുദ്ധാത്മാവാണ് വഴി നടത്തുന്നത്. ധൈര്യമായിട്ട് പോകണം, ധൈര്യമായിട്ട് ജീവിക്കണം. ജീവിതത്തിലെ വിഷയങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്കെല്ലാവരുടെയും ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകും. നിങ്ങളിപ്പോൾ എന്നെ നോക്കുമ്പോൾ എനിക്കൊന്നിനും കുറവില്ലാത്തൊരു മനുഷ്യനായി നിങ്ങൾക്ക് കാണാം. ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായി, ശ്രേഷ്ഠതമമായി ജീവിക്കുന്ന വ്യക്തികളായിട്ടാണ് എൻ്റെ ദർശനത്തിൽ നിങ്ങളുള്ളത്. പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന യാതന അത് നിങ്ങൾക്ക് മാത്രം അറിയാം. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്ക് ഇറക്കി വെക്കുക. ഞാൻ എൻ്റെ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. വിഷയത്തിലേക്ക് വരാം. 6 കാര്യങ്ങളാണ് കർത്താവ് മരണശേഷം, പുനരുത്ഥാനശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ലക്ഷ്യം. 6 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. 1, ക്രിസ്തു മരണം വിട്ട് ഇന്നും ജീവിക്കുന്നു എന്ന ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുക.
2, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണമില്ല എന്ന് ശിഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. 3, ശിഷ്യ സമൂഹത്തിന് ആഴമായ വിശ്വാസം. വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ഒതളങ്ങ പോലെയുള്ള വിശ്വാസമല്ല, ആഴമായ വിശ്വാസം, പറിച്ചെറിഞ്ഞാലും നഷ്ടപ്പെടാത്ത വിശ്വാസം. ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴേ ഞാൻ പണ്ട് ഈ വാട്സപ്പിൽ കണ്ട ഒരു ചെറിയ സന്ദേശം. വടക്കേ ഇന്ത്യയിൽ ഏതോ ഒരു സ്ഥലത്ത്, നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും, ഒരു പെൺകുട്ടി, ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവൾ 18-19 വയസ്സുണ്ട്. അവൾ ക്രൈസ്തവരുടെ ആരാധനയ്ക്ക് പോയി. അതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ള ക്രൈസ്തവ വിരുദ്ധരെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി ഈ പെൺകുട്ടിയെ തെരുവിലേക്ക് കൊണ്ടുവരികയാണ്. തെരുവിൽ വെച്ച് ഇവളെ വളരെ മാരകമായി ശാരീരികമായി ഉപദ്രവിക്കുകയാണ്. അവിടെ വസ്ത്രം മുഴുവൻ വലിച്ചു കീറി സ്ത്രീജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇവളെ എവിടെല്ലാം ശരീരഭാഗത്ത് എവിടെല്ലാം മുറിവേൽപ്പിക്കാമോ അവിടെ എല്ലാം മുറിവേൽപ്പിക്കുകയാണ്. വളരെ ക്രൂരമായ പീഡനം. അവസാനം സഹികെട്ടവൾ നിലത്ത് വീണു. അതിനുശേഷം നിലത്ത് വീണ് കിടക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ പോവുകയാണ്. മണ്ണെണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ നിർവാഹമില്ല. വടക്കേ ഇന്ത്യ നടന്നൊരു സംഭവമാണ് പറയുന്നത്. മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ കൈകൾ ഉയർത്തി, ജീസസ് ഇസ് മൈ സേവിയർ. അവൾ ആ വാക്ക് തന്നെ പറഞ്ഞുകൊണ്ട് ആ അഗ്നിയെ സ്വന്തം സ്വീകരിക്കുകയാണ്. ജീസസ് ഇസ് മൈ സേവിയർ. അതാണ് വിശ്വാസം, അതാണ് വിശ്വാസം. അത് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയാം, ഈ ശരീരത്തിനുള്ളിലുള്ള ആത്മാവ് ഒരു പ്രാരൂപേണ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തപ്പെടും. അതാണ് സത്യവിശ്വാസം. ജീസസ് ഇസ് മൈ സേവിയർ. ഇത്രമാത്രം പീഡനമേറ്റിട്ടും എനിക്കെൻ്റെ യേശുവിനെ മാത്രം മതി എന്നൊരു പെൺകുട്ടിക്ക്, 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് സന്തോഷത്തോട് പറയാൻ കഴിയുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ വിശ്വാസത്തിൻ്റെ അളവിന് നിങ്ങൾ കൊടുക്കുന്ന മാർഗത്താണ്. ശിഷ്യസമൂഹത്തിന് അത് കുറഞ്ഞുപോയി. അതുകൊണ്ട് ശിഷ്യസമൂഹം കർത്താവായ യേശു തമ്പുരാൻ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. 4, പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിൽ നിന്നും മാറ്റുവാൻ. 5, പരിശുദ്ധാത്മ ശക്തിയാൽ ശിഷ്യസമൂഹത്തെ ഭൂതലത്തിൻ്റെ അറ്റത്തോളം എത്തുവാൻ. ഇന്ന് അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ക്രിസ്തു ഭക്തരില്ലാത്തത്. ഭൂലോകത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ, അവിടെ സംസ്കാരമോ വെളിച്ചമോ എത്താത്ത ചില സ്ഥലങ്ങളിൽ മാത്രമാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 99% ഭൂപ്രദേശത്തും യേശുവിൻ്റെ സാക്ഷികളായിരിക്കാൻ തമ്പുരാൻ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഏറ്റവും അവസാനം ശിഷ്യ സമൂഹത്തെ പരിശുദ്ധാത്മ നിറവിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13 തൊട്ട് 35 വരെയുള്ള ഭാഗം, അത് ഇന്ന് വായിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. യെരുശലേമിൽ നിന്നും 11 കിലോമീറ്റർ അകലെയുള്ള എമ്മവൂസിലേക്ക് 2 ശിഷ്യന്മാർ പോകുകയാണ്. അവർ പോകുമ്പോൾ സംസാരിക്കുന്ന വിഷയം 3 നാളുകൾക്ക് മുമ്പ് യെരുശലേമിൽ സംഭവിച്ച ദുഷ്ടപ്രവൃത്തിയെക്കുറിച്ചാണ്. നസ്രയത്തുകാരനായ യേശുക്രിസ്തുവിനെ, നന്മ പ്രവർത്തിച്ചവനായ ക്രിസ്തുവിനെ, നന്മ സംസാരിച്ചവനായ ക്രിസ്തുവിനെ നമ്മുടെ വേദപുസ്തകത്തിൽ പറഞ്ഞങ്ങനെ, നമ്മുടെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും സാധൂക്യരും ചേർന്ന് അവനെ കൊന്നു. അത് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അപരിചിതനായ ഒരു മനുഷ്യൻ കൂടെ ചേർന്ന് നടന്നു. ആ അപരിചിതനായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്നതാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ 2 ശിഷ്യന്മാർ പറഞ്ഞു, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ 3 നാളുകൾക്ക് മുമ്പ് യെരുശലേം വീതിയിൽ നടന്ന സംഭവം എന്താണെന്ന് നിനക്കറിയത്തില്ലേ? ചോദിച്ചു. എന്ത് സംഭവമാണ് നടന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പ്രവാചകനെന്നും ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാൻ വന്നവനെന്നും വിശ്വസിച്ചിരുന്ന മശിഹാ തമ്പുരാനെ പുരോഹിതന്മാരും ശാസ്ത്രിമാരും ചേർന്ന് കൊന്ന ചരിത്രം അത് നിനക്കറിയില്ലേ? യേശുക്രിസ്തു കൂടെ ചേർന്ന് പറഞ്ഞു, ഹേ ബുദ്ധിഹീനരെ, സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയില്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ തർജ്ജനം ചെയ്യുകയാണ്. ഈ അപരിചിതനായ മനുഷ്യൻ സന്ധിയോടടുക്കുന്നു.
അവർക്ക് പാർക്കാനുള്ള സ്ഥലം അവർ കണ്ടെത്തി. അപ്പോൾ അപരിചിതനായ മനുഷ്യനോട് ഈ 2 ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കൂടി ഇന്ന് രാത്രിയിൽ നീ പാർക്കണം. അപരിചിതനായ മനുഷ്യനത് സന്തോഷമായിരുന്നു. അപരിചിതനായ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? അവരോടൊപ്പം ആ കൂടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഭക്ഷിപ്പാൻ ഒരുക്കി വച്ചിരിക്കുന്നിടത്തേക്ക് ചെന്നു. യഹൂദ വിധിപ്രകാരം കൂട്ടത്തിലുള്ളവരിൽ ഒരു സീനിയർ മെമ്പറായിരിക്കണം ഭക്ഷണത്തെ തൊട്ടു പ്രാർത്ഥിക്കേണ്ടത്. അതുമല്ലെങ്കിൽ അതിഥിയായി വരുന്നതിൽ പ്രധാനപ്പെട്ട ആളായിരിക്കണം ഭക്ഷണത്തെ തൊട്ടു പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഭക്ഷണത്തെ തൊട്ടു പ്രാർത്ഥിക്കുവാൻ വേണ്ടി അപ്പം ക്രിസ്തുവിൻ്റെ ഈ അപരിചിതനായ മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ആ അപരിചിതനായ മനുഷ്യൻ പെസഹാ പെരുന്നാളിന് ചെയ്തതുപോലെ 5 അപ്പം കൊണ്ട് 5000 സന്തോഷിപ്പിച്ചതുപോലെ, 4 അപ്പം കൊണ്ട് 7000 സന്തോഷിപ്പിച്ചതുപോലെ ആ അപ്പത്തെ വാഴ്ത്തി നുറുക്കി അവരുടെ കൈകളിലേക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു. തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തങ്ങൾ വഴിത്താരയിൽ സംസാര വിഷയമാക്കിയ ആ നസ്രേത്തുകാരനായ ക്രിസ്തുവെന്ന യഥാർത്ഥ ബോധ്യം അവരുടെ മനസ്സിൽ വന്നു. അവർ യാത്ര അവസാനിപ്പിച്ചു. ആ നിമിഷം അവൻ അപ്രത്യക്ഷനായി. യാത്ര അവസാനിപ്പിച്ചിട്ട് ആ രാത്രിയിൽ തന്നെ യെരുശലേമിലേക്ക് യാത്രയായി. തൻ്റെ സഹോദരന്മാരുടെ ബാക്കിയുള്ള സഹോദരന്മാരോട് ചേർന്ന് യേശുക്രിസ്തു തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട വിധത്തെക്കുറിച്ച് സംസാരിച്ച് സന്തോഷിച്ചു. ഇതാണ് വേദവായന ഭാഗം. പ്രിയ സഹോദരങ്ങളെ, 3 ചെറിയ ചിന്തകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംവാദന വിഷയം ആ ഭാഗം നാം വായിക്കുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട 3 സത്യങ്ങളുണ്ട്. ആ 3 സത്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വേഗം കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ സത്യമെന്ന് പറയുന്നത്, ഉത്ഥിതനായ കർത്താവ് ജീവനോടെ കൂടെ ഉണ്ടെന്ന ബോധം ഇല്ലാത്ത അവസ്ഥ. ജീവിക്കുന്നവനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന ബോധമില്ലാത്ത അവസ്ഥ. ഓർത്തു നോക്കി, നമ്മുടെയൊക്കെ പ്രായോഗിക ജീവിതത്തിൽ ഇത് പ്രസക്തമല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ ചിലത് സംസാരിക്കുമ്പോൾ, ചിലരെ വിലയിരുത്തുമ്പോൾ, ചിലരുമായി ആശയവിനിമയം നടത്തുമ്പോൾ, ചിലരുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ എൻ്റെ തമ്പുരാൻ എന്നോട് കൂടെ ഉണ്ടെന്ന ബോധം നമ്മളെ ഭരിക്കുന്നുണ്ടോ? നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു വിഷയവും ഉണ്ടാകില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. കുടുംബജീവിതത്തിൽ വിഷയങ്ങളുണ്ടാകില്ല, സാമൂഹ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകില്ല, സഭാതലത്തിൽ വിഷയങ്ങളുണ്ടാകില്ല. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവ് എന്നോടൊപ്പമുണ്ടെന്ന ബോധം ഓരോ ഭക്തനിലും ഉണ്ടാകണം എന്ന കാര്യം നാം മറന്നു പോകുന്നു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവ് പുനരുത്ഥാനം ചെയ്ത് തൻ്റെ സഹശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട വിവരം അറിഞ്ഞിട്ടാണ് പോയത്, അറിയാതെ പോയതല്ല. അവരറിഞ്ഞുകൊണ്ട് പോകുകയാണ്. 3.5 വർഷക്കാലം കൂടെയിരുന്ന കർത്താവ്, 3.5 വർഷക്കാലം കർത്താവിനോടൊപ്പമായിരുന്ന ശിഷ്യന്മാർ, അവർക്ക് ഉള്ള ബോധം, യഥാർത്ഥ ബോധം, സത്യബോധം നഷ്ടപ്പെട്ടു. എന്താ സത്യബോധം? യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്ന ബോധം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി എന്താണ് പ്രവർത്തിക്കാനുള്ളത്? എന്താണ് പുതിയ ജോലി? 3.5 വർഷക്കാലം വെറുതെ പാഴാക്കി. ഈ 2 ശിഷ്യന്മാരുടെ ചിന്താഗതി ഞാൻ പറയുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും ഓർത്തുകൊള്ളണം, ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. നമ്മുടെ അടുത്ത തലമുറയെ പറഞ്ഞു മനസ്സിലാക്കണം. കൊച്ചു കുഞ്ഞുങ്ങളെ അവരോട് പറഞ്ഞു കൊടുക്കണം, മോനെ, നീ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നീ കാണാതെ യേശു അപ്പച്ചൻ അത് കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം നിനക്കുണ്ടാകണം. അങ്ങനെ ഒരപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ ബോധം അപ്പനും അമ്മയും ഉണ്ടാകണം. അപ്പനും അമ്മയുടെയും ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. നീ അയൽവക്കക്കാരനോട് സംസാരിക്കുമ്പോൾ, കൂട്ടുകാരനോട് ഇടപെടുമ്പോൾ തമ്പുരാൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. അല്ലെങ്കിൽ വലിയ അപജയമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പൊറുക്കപ്പെടാത്ത അപജയമുണ്ടാകും. ഏദൻ്റെ തോട്ടത്തിൽ സംഭവിച്ചത് എന്താ? അല്പ
അല്പസമയം ദേഹസാന്നിധ്യം മാറിയപ്പോൾ പുതിയൊരു കൂട്ടുകാരൻ അവിടെ കടന്നു വരികയാണ്. അവൻ പറഞ്ഞത് ദൈവവാക്യം തന്നെയാണ്. യഹോവയാം ദൈവം നിന്നോട് പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന ഏദൻ്റെ തോട്ടത്തിൽ ഹൗവയോട് പറഞ്ഞത്. യഹോവ പറഞ്ഞത് സത്യമാ, ആ പഴം തിന്നാൽ നീ ഒരിക്കലും മരിക്കത്തില്ല, നിനക്ക് ജ്ഞാനം പ്രാപിക്കാം, ദൈവത്തെ പോലെ ആയിത്തീരും. ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ ഈ വൃക്ഷഫലത്തെ കണ്ടുകൊണ്ട് യഹോവയാം ദൈവം ആദത്തോടും ഹൗവയോടും പറഞ്ഞതാണ്. അത് തന്നെയാണ് പാമ്പ് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ എന്നെ ഈ തോട്ടത്തിലാക്കിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ സൃഷ്ടികർത്താവ്, അവനോടൊരു അനുവാദം ആവശ്യപ്പെടണ്ടേ എന്ന് ചോദിക്കുവാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ അവിടെ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അവിടെ സാത്താൻ്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? ഈ സഭ വിട്ടുപോകുന്ന, ഇപ്പം ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടവകയിൽ 10-16 വർഷക്കാലം പന്തക്കോസ്ത വിശ്വാസത്തിലേക്ക് തലചായ്ച്ച് നിന്ന ഒരമ്മ അവിടെയായിരുന്നു, സജീവമായ അമ്മ അവിടെയായിരുന്നു. ഇപ്പോൾ സജീവമായി ഇടവകയുടെ അംഗമാണ്. ഇടവകയിലേക്ക് മടങ്ങി വന്നു, വിശുദ്ധ കുമ്പസാരം നടത്തി, വിശുദ്ധ കുർബാന അനുഭവിച്ചു. ശാരീരിക ക്ലേശങ്ങൾ പലതുണ്ടായിട്ടും പള്ളി തുറന്ന് ആരാധന ആരംഭിക്കുമ്പോൾ അവിടെ എത്തുകയാണ് അമ്മ. എന്താ കാര്യം? അച്ഛാ, കൂപ്പ് കൈയോട് പറയും, അറിയാതെ സംഭവിച്ചതാണ്. ആ വാക്ക് പൂർത്തീകരിക്കാൻ ഞാൻ അനുവാദം കൊടുക്കത്തില്ല. അറിയാതെ സംഭവിച്ചതാണ്. ഒരു സജീവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്ത് നിന്ന് കേവലം എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തെ അധീകരിച്ചുകൊണ്ട് ഈ സാന്നിധ്യം മറന്നു പോകുന്ന അവസ്ഥ. അബ്രഹാമിന് ആ സാന്നിധ്യബോധമുണ്ടായിരുന്നു, ഇല്ലേ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് 25-ാമത്തെ അധ്യായം അവസാന വാക്യം വരെ അബ്രഹാമിൻ്റെ ചരിത്രം പറയുകയാണ്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ചോദിച്ചില്ല, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എവിടെ താമസിക്കണം, ചോദിച്ചില്ല. 12-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വാഗ്ദാനം കൊടുക്കുകയാണ്. ആകാശത്തിലെ നക്ഷത്രം പോലെ ഭൂമിയിലെ മണത്തരി പോലെ നിനക്ക് മക്കളെ തരാം. ആ വാഗ്ദത്തം പൂർത്തീകരിക്കുന്നത് 100-ാമത്തെ വയസ്സിലാണ്. വാഗ്ദത്തം സ്വീകരിക്കുന്നത് 75-ാമത്തെ വയസ്സിൽ. ഈ 75 വയസ്സിനും 100 വയസ്സിനും ഇടയിൽ പലവൊരു യഹോവയാം ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ഒരിക്കൽ പോലും അബ്രഹാമിനോട് തനിക്ക് ലഭിച്ച വാഗ്ദത്തത്തെ ഓർമ്മപ്പെടുത്തുവാൻ അബ്രഹാം തുനിഞ്ഞില്ല. ഓർക്കണം പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ ചരിത്രം മുഴുവൻ നോക്കി ദൈവ സാന്നിധ്യ ബോധം തിരിച്ചറിഞ്ഞു, ഇല്ലേ? 13-ാമത്തെ വയസ്സിൽ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ കെട്ടി മോറിയായുടെ മുകളിലേക്ക് പോകുമ്പോൾ ആ ബാലൻ അവൻ്റെ നൗർമല്യതയിൽ നിന്ന് അപ്പനോട് ചോദിക്കുകയാണ്, അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഒരു ചോദ്യമാണ്. ഏതപ്പൻ്റെയും ഹൃദയം അലിയിക്കുന്ന ഒരു ചോദ്യം. ആ അപ്പൻ കൊടുത്ത മറുപടി എന്താ? മകനെ, ദൈവം കരുതിക്കൊള്ളും. ദൈവം അത്ര ആഴമായ പ്രതിബദ്ധത, ബോധം, കൂടെ ഉണ്ടെന്നുള്ള ബോധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരാളാണ് യാക്കോബിൻ്റെ പുത്രനായ യോസഫ്. ചരിത്രം നിങ്ങൾക്കറിയാം, ഇല്ലേ? അവൻ തെറ്റിപ്പോകേണ്ട പല സാഹചര്യം, പ്രത്യേകിച്ച് ജഡീകമായി തെറ്റിപ്പോകേണ്ട പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലെ ചരിത്രവും അവിടുത്തെ ചിത്രവും നിങ്ങൾക്കറിയാം, ഇല്ലേ? അവിടെയൊന്നും വീണുപോകാതെ തമ്പുരാൻ കൂടെയുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെന്ന ബോധം. പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൽ ആ ബോധം നഷ്ടപ്പെട്ടു. ദാവീദ് ശൗലിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞത്, എൻ്റെ അപ്പൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ അപ്പൻ്റെ ആടുകളെ ഞാൻ പാലിക്കുമ്പോൾ ഒരു സിംഹം ആടുകളെ ചിന്തിക്കളയുവാൻ വന്നു. ആ സിംഹത്തെ ഞാനൊരു വടി കൊണ്ട് തല്ലിക്കൊന്നു, അടിച്ചു കൊന്നു. പിന്നെ പറയണ, ഒരു കരടി വന്നു, ആ കരടിയെ ഞാൻ വലിച്ചു കീറിക്കളഞ്ഞു. ആരാ പറയുന്നത്? ദൈവസാന്നിധ്യ ബോധം തിരിച്ചറിഞ്ഞവനായ ദാവീദ് പറയുകയാണ്. എന്നാൽ ഊരിയാവിൻ്റെ ഭാര്യ ബർശേബയെ കണ്ടപ്പോൾ ഈ ദൈവസാന്നിധ്യ ബോധം നഷ്ടപ്പെട്ടു. എന്ത് സംഭവിച്ചു? പിന്നീട് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചത്? 10 കൽപ്പനകളിൽ 7, 8, 9, 10
ഈ 4 കൽപ്പനകൾ ഊരിയാവിൻ്റെ ഭാര്യ ബർശബയുടെ സൗന്ദര്യത്തിൽ അലിഞ്ഞുപോയി. ഈ 3 കൽപ്പനകൾ സഹോദരൻ്റെ കൂട്ടുകാരൻ്റെ വകയെ ആഗ്രഹിച്ചു, അതിനെ തട്ടിയെടുത്തു, വ്യഭിചരിച്ചു, കൂട്ടുകാരനെ പടയുടെ മുമ്പിൽ നിർത്തി കൊന്നു, ഇല്ലേ? സത്യദൈവമായ യഹോവയെ ധിക്കരിച്ചു, 4 പ്രമാണങ്ങൾ ലംഘിച്ചു. ദൈവസാന്നിധ്യം കൂടെ ഉണ്ടെന്ന് അറിഞ്ഞ മനുഷ്യനാണ്. ഇനി നമ്മൾ പലപ്പോഴും നമ്മൾക്ക് വൈരാഗ്യമുള്ള അയൽവക്കക്കാരനോട് സംസാരിക്കുമ്പം ദൈവസാന്നിധ്യം കൂടെ, യേശു കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ള ചിന്തയുണ്ടോ? ഉണ്ടോ? പള്ളികളിലെ ചില വിഷയം വരുമ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തമ്പുരാൻ്റെ ഇരിപ്പിടത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ബോധം പലപ്പോഴും ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ആ വിഷയങ്ങൾ ഉണ്ടാക്കുന്നവന് കുഴപ്പമാണ്, പള്ളിക്ക് കുഴപ്പമില്ല. ദൈവസാന്നിധ്യ ബോധം കൂടെ ഉണ്ടായിട്ടും അത് തിരിച്ചറിയാത്ത അവസ്ഥയെന്ന് പറയുന്നത് ഭയാനകരമായ അവസ്ഥയാണ്. ഞാൻ 1ാമത്തെ വിഷയത്തിന് വിരാമം കുറിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഓർത്തുകൊള്ളണം, ദൈവസാന്നിധ്യ ബോധം നമ്മുടെ മേൽ എപ്പോഴുമുണ്ട്. എപ്പോഴും ഓർക്കണം, നമ്മൾ എവിടെ പോയാലും മാമോദീസായുടെ വെള്ളം വീണ, പരിശുദ്ധ മൂറോനാൽ അഭിഷേകം പ്രാപിച്ച, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും നാം എവിടെ പോയാലും തമ്പുരാൻ്റെ സാന്നിധ്യമുണ്ട്. പണ്ടൊരു കഥ വായിച്ച ഇങ്ങനെ, നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണ്. അപ്പനും അമ്മയും അദ്ദേഹത്തെ മാമോദിസ മുക്കി ചെറുപ്രായത്തിൽ തന്നെ. പക്ഷേ വളരെ വലിയ നിരീശ്വരവാദിയാണ്, വളരെ വലിയ നിരീശ്വരവാദിയാണ്. നിരീശ്വര പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസംഗകനാണ് അദ്ദേഹം. A.T. കോവൂരിനെ പോലെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു യോഗം കഴിഞ്ഞ്, ദൈവമില്ല എന്നും ജനസമൂഹത്തെ മുഴുവൻ പഠിപ്പിച്ചിട്ടൊരു യോഗം കഴിഞ്ഞ് നടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരു വലിയ മഴ വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പേടിയുള്ള 2 കാര്യം, 1 ഇടിയും 2 മിന്നലും. വളരെ വലിയ പേടിയാണ് അദ്ദേഹത്തിന്, ഇടിയും മിന്നലും. ആ കടയുടെ തിണ്ണയ്ക്ക് അദ്ദേഹം കയറി നിൽക്കും. ഒരു കടയുടെ തിണ്ണ കിട്ടി, അവിടെ കയറി നിൽക്കുകയാണ്. ആദ്യം 1-2 പ്രാവശ്യം കൂട്ടുകാരൊക്കെ കൂടെയുണ്ട്. ഇടിയും മിന്നലും വന്നപ്പോൾ അദ്ദേഹം അറിയാതെ കുരിശു വരച്ചുകൊണ്ട് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു. കാരണം പേടിയുള്ളത് അതിന് മാത്രമേ ഉള്ളൂ. പ്രസംഗിച്ചതെന്താ? അതിന് തൊട്ട് മുമ്പ് ഓർക്കണം, ദൈവ സാന്നിധ്യ ബോധം എപ്പോഴും നമ്മളിലുണ്ടാകണം. സാഹോദര്യ ബന്ധത്തിൽ, അയൽവക്ക ബന്ധത്തിൽ, ഇടവക തലത്തിൽ, വ്യക്തിപരമായ ബന്ധത്തിൽ നമ്മുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ പറയണം, ഇവനൊരു ദൈവ പൈതലാണ്, അവനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയാൻ സാധിക്കണം. 2ാമത്തെ ചിന്തയിലേക്ക് പോകട്ടെ. ഇവർക്ക് ഈ അപരിചിതനായ മനുഷ്യൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു, ഇല്ലേ? അവരുടെ കണ്ണ് തുറന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24:29. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു, അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. ഉടനെ അവൻ അവരുടെ ഇടയിൽ നിന്നും അപ്രത്യക്ഷനായി. വിശുദ്ധ കുർബാനയാണ് കൊടുത്തത്. വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് ആരുടെയെങ്കിലും കണ്ണു തുറന്നിട്ടുണ്ടോ? വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട്. എന്ന വേദപുസ്തകത്തിൽ ഒരാൾക്ക് കുർബാന കൊടുത്തപ്പം ആ ആളുടെ കണ്ണടഞ്ഞുപോയി. വേദപുസ്തകത്തിലെ ഭാഗം ഇതാണ്. പെസഹാ പെരുന്നാളിന് തമ്പുരാൻ 12 പേരെ അരികിൽ വിളിച്ചു നിർത്തി, എല്ലാവർക്കും അപ്പം മുറിച്ച് വീഞ്ഞും അപ്പവും ചേർത്ത് അവർക്ക് നൽകി. യൂദ അപ്പം വാങ്ങിച്ചു, ഭക്ഷിച്ചു. അവൻ അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റ് പോയി. അപ്പോൾ സന്ധ്യയായിരുന്നു. വേദപുസ്തകത്തിലെ വാക്യം പറയുന്നത്. യൂദ ഭക്ഷണം കഴിച്ചു. തമ്പുരാൻ കൊടുത്ത അപ്പം സന്തോഷത്തോട് യൂദ കഴിച്ചു. അവൻ അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റ് പോയി. അപ്പോൾ സന്ധ്യയായിരുന്നു. കണ്ണടച്ച അവസ്ഥ, ഇരുട്ടിൻ്റെ അവസ്ഥ. വിശുദ്ധ കുർബാനയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് എനിക്ക് വളരെ ദുഃഖം തോന്നിയിട്ടുണ്ട്. ഒരു പള്ളിയിൽ ഒരു പെരുന്നാൾ ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് തിരുമേനിയാണ് കുർബാന ചെല്ലുന്നത്. ഹൂസോയോ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. ഏറ്റവും അവസാനം വന്ന ഒരു സ്ത്രീ, ചെറിയ മഴയുണ്ട്, ആ മഴയ്ക്ക് കുട ചൂടിയാണ് വന്നത്. ഇവർ ആ കുട വളരെ വേഗം അവിടോട്ട് വലിച്ചെറിയുകയാണ്. എറിഞ്ഞിട്ട് ഓടി വന്ന്
ഓടി വന്ന് ഹൂസോ പ്രാപിക്കുകയാണ്. എപ്പോഴാണ് ഹൂസോ പ്രാപിക്കണ്ടേ? വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുമ്പോഴല്ല, തലേദിവസം വൈകിട്ട് സന്ധ്യാനമസ്കാരം തൊട്ട് തുടങ്ങണം കുർബാന അതാ ഒരുക്കം അതാ. നമ്മളിൽ എത്ര പേരാ ഈ ദിവ്യ ശുശ്രൂഷ ഒരുക്കത്തോടെ അനുഭവിക്കുന്നത്? നമ്മുടെയൊക്കെ മാനദണ്ഡം ഹൂസോയോ പ്രാപിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ ചെല്ലണമെന്നാണ്. എൻ്റെയൊക്കെ വല്യപ്പച്ചൻ്റെ കാലഘട്ടത്തെ, വല്യമ്മച്ചയുടെ കാലഘട്ടത്തെ തലേദിവസം വീട്ടിൽ കഞ്ഞിയും പയറും മാത്രമാണ്, മീനെടുക്കത്തില്ല, ഇറച്ചി ഐറ്റങ്ങൾ, മീറ്റ് ഐറ്റങ്ങൾ ഒന്നും എടുക്കില്ല, മുട്ടയെടുക്കില്ല, പാൽ ഐറ്റങ്ങൾ ഒന്നും എടുക്കില്ല. പിറ്റേ ദിവസം എന്താ? പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ വേറെ പലതും നിങ്ങളുടെ മനസ്സിൽ വരും, അച്ഛാ അവരങ്ങനെ ചെയ്തല്ലോ. അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്താ പറഞ്ഞത്. അത്രമാത്രം ഒരുക്കത്തോടാണ് വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് ചെല്ലുന്നത്. എൻ്റെ ആത്മീയ ഗുരുക്കന്മാരിൽ പ്രധാനപ്പെട്ട ആളാണ് മൺമറഞ്ഞു പോയ അഭിവന്ദ്യനായ TJ ജോഷുവാച്ചൻ. ജോഷുവാച്ചൻ്റെ അടുക്കൽ, ഞാൻ ജോഷുവാച്ചൻ്റെ അടുക്കൽ മിക്കവാറും പോകുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീടിനടുത്താണ്. ഞങ്ങൾ തമ്മിൽ വലിയൊരു ആത്മബന്ധം, പിതാവും പുത്രനുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഒരിക്കലോ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ 100 വയസ്സുള്ള ഒരു അച്ഛൻ വടക്കൻ പ്രദേശത്ത് നിന്ന് പരിമല സെമിനാരിയിലേക്ക് വന്നിട്ട് മടക്ക് യാത്രയിൽ കുറിച്ചിയിലുള്ള ജോഷുവാച്ചൻ്റെ വീട്ടിൽ അവിടെ എത്തി. 100 വയസ്സുണ്ട് അച്ഛൻ. പഞ്ഞിക്കെട്ട് പോലെ താടിയും കണ്ണിൻ്റെ പുരിയും ഒക്കെ. അച്ഛൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി ഏതാനും 1-2 വർഷങ്ങൾക്ക് മുമ്പ്. അച്ഛൻ അവിടെ വന്ന് എന്തോ യാദൃച്ഛ്യമായി സംസാരിച്ചപ്പോൾ കുർബാനയുടെ ഒരുക്കത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു വൈദികനായിരിക്കുന്ന ഞാൻ എന്നോടുകൂടായിട്ടാണ് പറഞ്ഞത്. അച്ഛാ, 93 വയസ്സുള്ള ജോഷുവാച്ചനോട് 100 വയസ്സുള്ള അച്ഛൻ പറയുകയാണ്, അനുതാപത്തിൻ്റെ 7 സങ്കീർത്തനവും ഞാൻ പല വായിക്കും, കാണാപ്പാടമാണ്. 22-ാമത്തെ വയസ്സിൽ വൈദികനായിരിക്കുന്ന അദ്ദേഹം 22-ാമത്തെ വയസ്സിൽ വൈദികനായതാണ്. ഈ 7 മസ്മൂറകളും കാണാതെ അറിയാം. രാത്രിയിൽ അതുമാത്രമാണ് പ്രാർത്ഥന. വിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുമ്പോഴും അതുമാത്രമാണ് ചൊല്ലുന്നത്. ആരോടും സംസാരിക്കത്തില്ല, മാധ്യമങ്ങളിൽ ഒന്നും ഇടപെടത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മൂളിക്കേക്കും. ഇന്ന് പള്ളികളിൽ കമ്മിറ്റി പോലും ശനിയാഴ്ച വൈകിട്ടാണ് സന്ധ്യ നമസ്കാരം. ഞാൻ വിമർശിക്കുകയല്ല, നമ്മുടെ ആത്മീയ ചൈതന്യത്തെ നശിപ്പിക്കുന്നതൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകല്ലോ. അത് തെറ്റാണ്. ഒരുക്കം, വിശുദ്ധ കുർബാനയുടെ ഒരുക്കം. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി ഏഞ്ചൽ ബാവായെ കാണുവാനും പരിചരിക്കുവാനും അദ്ദേഹത്തിനോടൊപ്പം വസിക്കുവാനും ഒക്കെയുള്ള സാഹചര്യവും സന്ദർഭവും ലഭിച്ചിട്ടുള്ളൊരു വൈദികനാണ് ഞാൻ. ഒരിക്കൽ ദേവലോകത്ത് വളരെ അത്യാവശ്യമായ കാര്യത്തിന് 2001 ശേഷമാണ്, വളരെ അത്യാവശ്യമായ കാര്യത്തിന് തിരുമേനി ഒന്ന് കാണാനായിട്ട് ചെന്നു. ഉച്ച നമസ്കാര സമയമാണ്. ഈ ഉച്ച നമസ്കാര സമയത്ത് ഈ ഏഞ്ചൽ ബാവ, സുന്ദരനായ ദീർഘകായകനായ ഏഞ്ചൽ ബാവ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന ഷമ്മാശനോട് ദേഷ്യപ്പെടുകയാണ്. എന്താ ദേഷ്യപ്പെട്ടതിന് കാരണം? ഷമ്മാശനോടൊന്ന് വേഗം ഓടി മുറിയിലെത്തി ഒരു കൊച്ചു ഡയറി എടുത്തുകൊണ്ട് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ കൈ കൊടുത്തു. ബാബാ തിരുമേനി ഇതൊന്നും ഇനി ആവർത്തിക്കരുത് എന്ന രൂപത്തിലൊന്നും ഉറക്ക മൂളിക്കൊണ്ട കസേരയിലിരുന്നു. ഷമ്മാശനോട് ചോദിച്ചു, ഷമ്മാശ എന്നാ സംഭവിച്ചേ? അതായത് ഈ ഞായറാഴ്ച ഏലിയ കത്തീഡ്രലിൽ ഒരു കല്യാണം നടത്താനുണ്ട് തിരുമേനി. മണവാളിൻ്റെയും മണവാട്ടിയുടെയും പേര്, മണവാളിൻ്റെയും മണവാട്ടിയുടെയും അപ്പൻ്റെ അമ്മയുടെയും പേര് ആ ഡയറിയിലുണ്ട്. തിങ്കളാഴ്ച രാവിലെ വെൺമണി സെൻറ്റ് മേരീസ് ദേവാലയത്തിലൊരു മാമോദിസ മുക്കാനുണ്ട്. ആ മാമോദിസ മുങ്ങുന്ന കുഞ്ഞിൻ്റെ പേര്, അപ്പൻ്റെ അമ്മയുടെയും പേര്, തലത്തൊടുന്ന അപ്പനാണോ അമ്മയാണോ പേര്. തിരുമേനിയെ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നിടം തൊട്ട് എല്ലാ ദിവസവും നമസ്കാരം കഴിഞ്ഞ് ഇനിയും അർപ്പിക്കുവാൻ പോകുന്ന വിശുദ്ധ കൂദാശയിലെ അംഗങ്ങളെ തമ്പുരാൻ്റെ സന്നിധിയിൽ ഓർത്തു പ്രാർത്ഥിക്കുകയാണ്. എന്തൊരുക്കമാണ് പ്രിയപ്പെട്ടവരെ! വിവാഹത്തിന്, ഭാഗ്യവശാല വിവാഹത്തിന് ഞാനും സമ്മതിച്ചു. ഏലിയ കത്തീഡ്രൽ വിവാഹത്തിന് വന്ന കാതോലിക്ക ബാബ തിരുമേനി പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്ന് നല്ല പുഞ്ചിരിയോടുകൂടി ആ പെങ്കൊച്ചിൻ്റെ പേര് വിളിച്ചു. അവൾ അന്തിച്ചു പോയി.
ആ ചെറുക്കൻ്റെ പേര് ചോദിച്ചു, തമാശയായിട്ട് ചോദിച്ചു, വിവാഹം കഴിക്കാൻ തയ്യാറാണോ? എൻ്റെ മണവാട്ടിയുടെ അമ്മയെ പേര് ചൊല്ലി വിളിച്ചു, അപ്പനെ പേര് ചൊല്ലി വിളിച്ചു. നിങ്ങളിങ്ങോട്ട് അടുത്ത് നിൽക്കുക, അങ്ങ് പോയി നിൽക്കരുത്. മണവാളൻ്റെയും അപ്പൻ്റെയും അമ്മയുടെയും പേര് വിളിച്ച് അടുത്ത് നിർത്തി. തിരുമേനിയുടെ ബന്ധുക്കളൊന്നുമല്ല. എന്താ ഇതിന് കാര്യം? ഒരു കൂദാശ അർപ്പിക്കുവാൻ മഹാപുരോഹിതന്റെ പവിത്രമായ ഒരുക്കമാണ്. വാസ്തവത്തിൽ ആ കൂദാശ സ്വീകരിക്കപ്പെടുന്ന വ്യക്തികൾ ഏറ്റവും ശ്രേഷ്ഠരും അനുഗ്രഹീതരുമാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ നമുക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ ഒരുക്കം? അല്പസമയം ചിന്തിച്ച് നോക്കണം. ഞാനൊരു അനുഭവ കഥ പറയുകയാണ്. ഞാൻ ശുശ്രൂഷിച്ച ഒരിടവക, ആ ഇടവകയിലെ അംഗങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ ആളിൻ്റെ പേര് പറയുന്നില്ല. ആ ഇടവകയിലെ ഒരു ലേഡി, അവർ ട്രക്ക് ഇൻസ്പെക്ടറാണ്, എന്ന് വെച്ചാൽ മെഡിക്കൽ സ്റ്റോറുകളിലെ ചെക്കറാണ്. ഭയങ്കര പേടിയാണ്. ഒരു പോലീസുകാരൻ വന്നാൽ ഇത്രയും പേടി മെഡിക്കൽ സ്റ്റോറുകാർക്ക് കാണത്തില്ല. കാരണം പല മരുന്നുകളും, നിരോധിച്ച പല മരുന്നുകളും അവിടെ വിൽക്കുന്നുണ്ടായിരിക്കാം. എന്തുമായിക്കോട്ടെ, മെഡിക്കൽ സ്റ്റോറുകാരുടെ ഭയത്തിന് കാരണം നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ ലേഡി അവിടെ വന്നു. നിർഭാഗ്യവശാൽ ആ മെഡിക്കൽ സ്റ്റോറിൽ അന്ന് പെനാലിറ്റി അടിച്ചു. ഒരു വൻ തുകയാണ് പെനാലിറ്റി അടിച്ചിരിക്കുന്നത്. അവർ ആ പെനാലിറ്റിയുടെ എല്ലാ പേപ്പറുകളെല്ലാം എഴുതി, ഇന്ന മരുന്നുകൾ ഉപയോഗിക്കേണ്ട, ഷട്ടറിട്ട് പൂട്ടി താക്കോലി എടുത്ത് അവർ കാറിലേക്ക് കയറിയപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോർ ഉടമ ഒരു നല്ല കവറെന്ന് പറഞ്ഞാൽ രൂപയാണ്, ആ കവറിനകത്തിൽ രൂപയിട്ട് വേഗം ഈ ലേഡിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ആ ലേഡി പറഞ്ഞ സെൻറ്റൻസ് കേൾക്കണോ? ഇതെന്താണെന്ന് ചോദിച്ചു. അവരുടെ കൈ കൊടുത്തില്ല, കാറിൽ അവരിരിക്കുന്ന സീറ്റിനോട് ചേർന്ന് വെച്ചു. ഇതെന്താന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, അബദ്ധം പറ്റിപ്പോയതാ, ക്ഷമിക്കണം, ഇനി ആവർത്തിക്കത്തില്ല, ഇതങ്ങ് സ്വീകരിക്കണം. ആ ലേഡി കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശരീരവും രക്തവും അനുഭവിക്കുന്ന ആളാണ്. നിങ്ങളുടെ കയ്യിൽ നീ കവർ വാങ്ങിച്ചാൽ ഞായറാഴ്ച തൊട്ട് എനിക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ഒക്കില്ല. ഇപ്പോഴും ആ ലേഡി മെഡിക്കൽ ഫീൽഡിൽ ട്രക്ക് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കവറ് മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പച്ചയായിട്ട് പറയട്ടെ, സന്തതി അനുഭവിക്കത്തില്ല, നിഷ്കാമ കർമ്മം അനുഭവിക്കും. നിനക്ക് തരുന്നത് മതി, സർക്കാർ തരുന്നത് മതിയെന്ന് ചിന്തിക്കണം. അർഹതയില്ലാഞ്ഞിട്ട് പോലും ആ ലേഡിയുടെ 2 മക്കളും ഉന്നത ശ്രേണിയിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ സന്തതികൾക്ക് വേണ്ടിയല്ലേ നമ്മൾ വലിച്ചു കൂട്ടുന്നത്? പക്ഷെ അവർക്ക് അനുഭവിക്കാൻ ഭാവി ജീവിതത്തിൽ യോഗ്യത ഇല്ലാതെ വന്നാലോ? എൻ്റെ കർത്താവിൻ്റെ ശരീരം അനുഭവിക്കുന്നവളാണ് ഞാൻ എന്ന് പറയുവാനുള്ള ഒരു ഉൾക്കരുത്ത് ആ സ്ത്രീക്ക് ലഭിച്ചത് എത്ര സന്തോഷകരമാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരല്ലേ എല്ലാവരും? ഒരുങ്ങിയാണോ പോകുന്നത്? കുളിച്ചിട്ടാണോ പോകുന്നത്? ഹൂസോയ കൊടുക്കുവാൻ തലയിൽ കൈവെക്കുമ്പോഴറിയാം. അലക്കിത്തേച്ച വസ്ത്രമിട്ടുകൊണ്ടാണോ പോകുന്നത്? ഇതൊന്നും സഭ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പൂർവ്വപിതാക്കന്മാരുടെ കാലം തൊട്ട് പഠിപ്പിച്ചു വരുന്നതാണ്. എമ്മൂസിലേക്ക് പോയ ശിഷ്യ സമൂഹത്തിന് അപരിചിതനായ മനുഷ്യൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോൾ തന്നെ അവരുടെ കണ്ണു തുറന്നു. എത്ര കുർബാന അനുഭവിച്ചാലും കണ്ണു തുറക്കാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിലില്ലേ? പാപത്തെക്കുറിച്ചും അനീതിയെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചും ബോധ്യപ്പെടാത്ത അവസ്ഥകളില്ലേ? അത് തെറ്റായ അവസ്ഥയാണെന്ന് ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് എമ്മൂസിലേക്ക് പോയ ശിഷ്യ സമൂഹം നമ്മൾ ആദ്യം കണ്ടു, കൂടെയുണ്ടെന്ന ബോധമില്ലാത്ത ശിഷ്യ സമൂഹം. 2, തമ്പുരാൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിച്ചപ്പോൾ കണ്ണു തുറന്നു. നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ട ഒത്തിരി കാര്യമുണ്ട് കേട്ടോ. പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ കണ്ണടയ്ക്കും. കണ്ണു തുറന്ന് കാണേണ്ട അവസ്ഥകളുണ്ട്. അത് രാഷ്ട്രീയ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ അയൽവക്കത്തെ സംസ്ഥാനങ്ങളൊക്കെ നോക്കിക്കേ, എന്തു വികസനത്തിൻ്റെ സംസ്ഥാനങ്ങളാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനമോ? നമുക്ക് കണ്ണടച്ചിരിക്കുകയാണ്. പല കാര്യത്തിലും പ്രതികരിക്കണം. സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് കണ്ണു തുറക്കുന്ന ഒരു അനുഭവം അത് വിശുദ്ധ കുർബാനയുടെ അനുഭവമാണ്. വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ നമ്മുടെ കണ്ണു തുറക്കും. നാം ചെയ്ത തെറ്റെന്താണ്,
നമ്മുടെ ബലഹീനത എന്താണ്, നമ്മുടെ കുറവെന്താണ് എന്ന് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കും. മൂന്നാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ പ്രിയപ്പെട്ടവരെ. എമ്മൗസിലേക്ക് പോയ ശിഷ്യ സമൂഹം അവരുടെ യാത്ര അവിടെ അവസാനിപ്പിച്ചു മടങ്ങിപ്പോന്നു. എവിടെ വെച്ചാണ് മാനസാന്തരം ലഭിച്ചത്? അവിടെ വെച്ച് അവർ നടന്നു വന്ന പാതയിലേക്ക് മടങ്ങിപ്പോയി. പന്നിക്കുഴിയിൽ കടന്ന ഒരു ചെറുപ്പക്കാരൻ, അപ്പൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ രുചിച്ചറിഞ്ഞ ചെറുപ്പക്കാരൻ, അപ്പൻ്റെ സൗഭാഗ്യത്തെക്കാൾ ശ്രേഷ്ഠമായ സൗഭാഗ്യമുണ്ടെന്ന് മനസ്സിലാക്കി അവൻ എത്തിച്ചേർന്നത് പടുകുഴിയിലാണ്, പന്നിക്കൂട്ടിലാണ്. അവൻ തിരിച്ചു മടക്കി യാത്ര ചെയ്ത് അപ്പൻ്റെ അരികിലേക്ക് വന്നു. ഇതേ അവസ്ഥയാണ് എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർ. എമ്മൗസിൻ്റെ പടിവാതിക്കലെത്താതെ അവർ തിരിച്ച് യെരൂശലേമിലേക്ക് കടന്നു വന്ന് സഹോദരന്മാരോടുകൂടി സന്തോഷം അനുഭവിച്ചു. വഴിത്താരയിൽ നടന്ന ക്രിസ്തുവിൻ്റെ സാമീപ്യവും സാന്നിധ്യവും സംസാരവും ഒരുപോലെ പറഞ്ഞു മനസ്സിലാക്കി അവർ ആനന്ദിക്കുകയാണ്. അവരൊന്നിച്ചു പറഞ്ഞു, നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുന്നു, നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുന്നു. ഈ അപ്പോസ്തല പ്രവൃത്തി നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. അപ്പോസ്തല പ്രവൃത്തി ആദ്യത്തെ അധ്യായത്തിലെ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ യോഹന്നാൻ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഒത്തിരി പ്രതിവാദങ്ങളുണ്ടെങ്കിലും അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ ഉത്ഥാനം ചെയ്ത ദിവസം തൊട്ട് കർത്താവ് 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ശിഷ്യന്മാരുടെ കൂടെ തന്നെയായിരുന്നു, അവന് വേറെ എങ്ങും പോയിട്ടില്ല. അതായത് ദേഹരൂപത്തിൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം മടക്കി യാത്ര ചെയ്യേണ്ടവരാണ്. മടക്കി യാത്ര ചെയ്തേ പറ്റൂ. ഇന്നലെ വൈകിട്ട് ഒരു മദ്യപാനത്തിന് അടിമപ്പെട്ട ഒരു യുവാവ് താല്പര്യത്തോട് തന്നെ മദ്യപാന വർജന സമിതിയിൽ എന്ന് പറയും, ആൽക്കഹോളിക് അനോമിക് അഡിക്ഷൻ, അതിനൊരു സംഘടനയുണ്ട് കോട്ടയത്ത്. ആ സംഘടന വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനയെ പോയി ചെറുപ്പക്കാരൻ നില വിളിച്ചു പറയാം, അച്ഛാ, രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ മദ്യപാനം നിർത്തിക്കഴിഞ്ഞുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ശരിക്കും രാത്രിയുടെ അവസ്ഥയാണ്. ആരോടും, ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണ് പറയുന്നത്, ആരോടും പ്രതിബദ്ധതയില്ല മദ്യപാനിക്ക്, ആരോടും സ്നേഹമില്ല, പിന്നെ കപടതയോട് കാണിക്കും സ്നേഹം ഭാര്യയോടും മക്കളോടും. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ സെൻറ്റൻസാണ് പറയുന്നത്. എനിക്കിവിടെ ആരെങ്കിലും മദ്യപിക്കുന്നുണ്ട്, എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല. മദ്യപിക്കുക, കൂട്ട് മദ്യപിക്കുക, ഏറ്റവും കൂടുതൽ കൂമ്പ് വാടിയിട്ട് അവസാനം മരിച്ചു പോവുകയും ചെയ്യും. ആ ഒരവസ്ഥയിലേക്ക് വരും. അവസാനം താങ്ങുന്നതാരാ? പാവപ്പെട്ട ഭാര്യയും മക്കളോ താങ്ങുന്നത്? ഈ മനുഷ്യൻ പറയാ, രാവും പകലും ഉള്ള വ്യത്യാസം പോലെ ഇപ്പോൾ ഞാനൊരു മടക്ക് യാത്രയിലാണ്. എൻ്റെ ഭാര്യയെ ഉപദ്രവിച്ച് ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ നാട്ടുകാർക്ക് ഞാൻ നഷ്ടപ്പെടുത്തിയത് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ മടങ്ങി വരികയാണ് അച്ഛാ. ഈ മടക്ക് യാത്ര നമുക്ക് ആവശ്യമാണ്. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ നിന്നും, പല വല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും നമുക്കൊരു മടക്ക് യാത്ര ആവശ്യമല്ലേ പ്രിയരെ? എമ്മൗസിലേക്ക് പോയ ശിഷ്യ സമൂഹം നിരാശയുടെ, പ്രത്യാശയില്ലായ്മയുടെ, പ്രതീക്ഷയില്ലായ്മയുടെ വഴിത്താരയിലൂടെയാണ് അങ്ങോട്ട് പോയത്. ലക്ഷ്യബോധമില്ലാതെ പോയത്. എമ്മൗസിലെത്തി എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരെ മടക്കി യാത്ര ചെയ്യിച്ചപ്പോൾ അവർ യെരൂശലേമിലേക്ക് മടങ്ങി വരുവാനും സഹോദരന്മാരോട് ചേർന്നിരിപ്പാനും സന്തോഷിക്കുവാനും അവർ പറഞ്ഞു, അറിഞ്ഞു, മനസ്സിലാക്കി. ഈ ഒരവസ്ഥ നമുക്കുണ്ടാകണം. നമ്മൾ മടങ്ങിപ്പോയില്ലെങ്കിൽ സന്തോഷമില്ല. സ്വന്തം വീട്ടിൽ ചെന്ന് ഇപ്പം ഈ പള്ളി മഹാപരിശുദ്ധനായ ജീവിതം കൊണ്ട് പരിശുദ്ധിയെ ലോകത്തിന് കാട്ടിക്കൊടുത്ത, നാനാജാതി മതസ്ഥർക്ക് കാട്ടിക്കൊടുത്ത ഭാഗ്യസ്മരണീയനായ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോഴും ഇപ്പം നമ്മുടെ വീട്ടിലേക്കൊരു ഉൾവിളി നമുക്കില്ലേ? തിരിച്ച് ചെല്ലാൻ ഒരു ഉൾവിളിയുണ്ട് വീട്ടിലേക്ക്, അല്ലേ? ഒരു ഉൾവിളിയുണ്ട്. നഷ്ടപ്പെട്ടു പോയിടത്തുനിന്നും സ്വന്തം വീട്ടിലേക്ക് ഒരു ഉൾവിളി. നമുക്കെല്ലാം ആവശ്യമാണ് ഈ ഉൾവിളി. ഓരോരുത്തരും ചിന്തിക്കണം കേട്ടോ. പ്രിയ സഹോദരങ്ങളെ, പ്രസംഗം അവസാനിപ്പിക്കുക. ഈ കൊച്ചു ജീവിതം, കുഞ്ഞു ജീവിതമാണ്. എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കും? ഇല്ലേ? ഇപ്പം അകത്ത് കയറിയാൽ ചൂട്, പുറത്തിറങ്ങിയ പാമ്പ്, ഇല്ലേ? വല്ലാത്തൊരവസ്ഥയാണ്. ഇസ്രായേൽ മക്കൾ ഈ ചെങ്കടലിൻ്റെ തീരത്ത് പോയി നിൽക്കുന്ന രംഗമുണ്ട്. അതായത് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലാണ്. അവിടെ ചെങ്കടലിൻ്റെ തീരത്ത് നിന്ന് അവർ മുന്നിലോട്ട് നോക്കിയപ്പോൾ ചെങ്കടൽ, മുന്നോട്ട് പോയാൽ
കുടിച്ചു മരിക്കാം. പുറകിലോട്ട് പോയാൽ ഫറവോൻ്റെ സൈന്യം ഊരിപ്പിടിച്ച വാളുമായി വന്നു നിൽക്കുന്നു. രണ്ടു വശങ്ങളിലും രണ്ട് പർവ്വതങ്ങളാണ്. ആ പർവ്വതത്തിൻ്റെ പേര് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, പീരാഹിരേത്തും ബാൽസരേഫും. ഈ പീരാഹിരേത്തിൻ്റെയും ബാൽസരേഫത്തിൻ്റെയും പ്രത്യേകത എന്താണെന്നറിയാമോ? മുഴുവൻ മുള്ളു നിറഞ്ഞ, അതായത് മനുഷ്യൻ്റെ ശരീരത്തെ സ്പർശിച്ചാൽ മനുഷ്യൻ മരിക്കുന്ന തരത്തിലുള്ള വിഷം നിറഞ്ഞ മുള്ളുകളുള്ള ചെടികളാണ് ഈ പീരാഹിരത്തിലും ബാൽസരേഫിലുമുള്ളത്. എങ്ങോട്ട് പോലും മരണം ഉറപ്പാണ്. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അങ്ങനെ, അകത്ത് കയറിയാൽ ഉരുകി മരിക്കും, പുറത്ത് പോയാൽ പാമ്പ് കടിച്ച് മരിക്കും. ഇല്ലേ? വല്ലാത്ത അവസ്ഥയല്ലേ? എത്ര കാലമുണ്ട് ലോകത്ത് ജീവിക്കാൻ? എന്തിനാ പിണങ്ങി ജീവിക്കുന്നേ? സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ? അമ്മായിയമ്മമാരെ മരുമക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാമോ? സ്വന്തം സഹോദരങ്ങൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാമോ? എന്തേതിന് സാധിക്കാത്തത്? ഇപ്പോഴും നീ കുർബാന അനുഭവിക്കുന്നവനാ, യേശുവിൻ്റെ കൂടെ നിൽക്കുന്നവനാ, നീ മടങ്ങി വരേണ്ടവനാണ്. പക്ഷേ നിനക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നിൻ്റെ മനസ്സ് ഇപ്പോഴും കല്ലുപോലെയാണ്, അലിയുന്നില്ല. കല്ലുപോലെ ഇരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥയാണത്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ അച്ഛൻ ഓർപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നത്. എമ്മവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ 3 അവസ്ഥകൾ. 1, കൂടെ നടന്നിട്ടും സംസാരിച്ചിട്ടും കണ്ടിട്ടും തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ള ബോധമില്ലാത്ത അവസ്ഥ. തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ള ബോധം നമുക്കില്ല. 2, അപ്പം കയ്യിലെടുത്തപ്പോൾ കണ്ണു തുറന്നു, അപ്പോൾ എല്ലാം കണ്ടു. നാവിൽ അപ്പം തൊടുവിക്കുമ്പോൾ, അതാ പട്ടക്കാരൻ വിശുദ്ധ കുർബാന ചൊല്ലിയിട്ട് കുർബാന കൊടുക്കാൻ വരുമ്പോൾ പറയും, എന്താണ്? ദൈവമായ കർത്താവേ, നിന്റെ തിരുശരീരക്തങ്ങളാകുന്ന ഈ തീക്കനൽ, കാലം ചെയ്ത ബർന്നബാസ് തിരുമേനി ആ തീക്കനൽ എന്ന വാക്ക് വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. തീക്കനൽ സത്യവിശ്വാസിയായ തൻ്റെ മക്കൾക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ നൽകപ്പെടുന്നു തീക്കനൽ. ഇത് തീക്കനലാണ് കൊടുക്കുന്നത്. ആ തീക്കനൽ അനുഭവിച്ച അവസ്ഥയാണ് 2ാമത്തെ അവസ്ഥ. അത് കണ്ണു തുറന്നു, മടങ്ങി വന്നു, സന്തോഷിച്ചു. 3 കാര്യങ്ങൾ ചെയ്തേ. മേടിച്ചപ്പം തിന്നു, തിന്നപ്പം കൊണ്ട് ബലം കൊണ്ട് നടന്നു. എവിടെ എത്തി? സഹോദരന്മാരോട് ചേർന്നിരുന്ന് സന്തോഷിച്ചു. ഇതാണ് 2ാമത്തെ അവസ്ഥ. 3ാമത്തെ അവസ്ഥയെന്ന് പറയുന്നത്, എവിടെ വെച്ച് നഷ്ടപ്പെട്ടോ അവിടെ നിന്ന് മടങ്ങി വരികയാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? സ്വർഗം പണിയാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എവിടെ സ്വർഗം പണിയണം? ആദ്യം നമ്മിൽ സ്വർഗം പണിയണം, പിന്നെ നമ്മുടെ വീട്ടിൽ സ്വർഗം പണിയണം. നമ്മുടെ വീട് സ്വർഗമായി കഴിഞ്ഞാൽ നാം അറിയാതെ നമ്മുടെ സമീപത്തെ വീടുകളും സ്വർഗമാകും. സ്വർഗം പണിയുന്നവരാണ് നാം എല്ലാവരും. മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ ഉരുകിത്തേരാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന ബോധം നമ്മളെപ്പോഴും ഭരിക്കണം. അതുകൊണ്ട് എമ്മവുസിലേക്ക് പോയ ശിഷ്യ സമൂഹത്തിൻ്റെ ഈ 3 പ്രത്യേകതകൾ ഇന്നത്തെ ധ്യാനത്തിന് തമ്പുരാൻ തന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തമ്പുരാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരവസരം എനിക്ക് ഒരുക്കിത്തന്ന ഇതിൻ്റെ മാനേജരച്ചൻ എൽദോ ഏലിയാസ് അച്ചൻ, അസിസ്റ്റൻ്റ് മാനേജർ ജെറിൻ മാത്യൂസ് അച്ചൻ, 2 പേരോടുമുള്ള സ്നേഹ ആദരവുകൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് തലവണക്കി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, നിൻ്റെ തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് തന്ന സമയത്തിനായി സ്തുതി. മഹാപരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ സന്നിധിയിൽ, ആ സാന്നിധ്യത്തിൽ, ആ ശരീരം അടക്കപ്പെട്ടിരിക്കുന്ന മണ്ണിൽ ചവിട്ടി നിൽക്കാൻ, ആ ഇരിപ്പിടത്തിലിരിക്കുവാൻ ഞങ്ങൾക്ക് തന്ന സമയത്തിനായി സ്തോത്രം. ദൈവമേ, നിൻ്റെ കരുണകൃപ ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങൾ 3 കാര്യങ്ങളാണ് ചിന്തിച്ചിരിക്കുന്നത്. ഒന്നാമത്, നിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ലോകത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. 2ാമത്, അനുനിമിഷം ഞങ്ങൾ അനുഭവിക്കുന്ന
വിശുദ്ധ ആരാധന കുർബാന ഞങ്ങളുടെ കണ്ണു തുറക്കാൻ ഇടയാകണമേ. മൂന്നാമതായി, ദൈവമായ കർത്താവെ, ഞങ്ങൾ എവിടെ നിന്ന് മടങ്ങിപ്പോരണമോ അവിടെ നിന്ന് മടങ്ങിപ്പോരാൻ കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, കുറവുള്ളതും കുറ്റമുള്ളതുമായ പ്രാർത്ഥന അങ്ങയുടെ സിംഹാസനം മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാകണമേ. ആബോ ബറോ റോഹോ കാദിഷോ ഓശോബാവ് കുലസുബാൻ നവൽമീൻ ആമീൻ.